പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ആയിരുന്നു സമർപ്പിച്ചിരുന്നത്. ഇതിലാണിപ്പോൾ കോടതി കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം നൽകാതിരിക്കുന്നത് അല്ലേ എന്ന വിവരങ്ങൾ. ഏതാണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഇന്ന് ജസ്റ്റിസ് ബി ഗിരീഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യമില്ല. കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. ഈ കേസിൽ നേരത്തെ കസബ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം 2024 ജൂൺ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. 4 വയസ്സുകാരിയായ കുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കി, ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരായ ആക്ഷേപം. ഈ കേസിൽ ഇതിലാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെ പ്രതിയാക്കി കസബ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കോഴിക്കോട് നഗരപരിധിയിലെ ഒരു വീട്ടിൽ വെച്ച് ഈ 4 വയസ്സുകാരെ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ഈ കേസിൽ നേരത്തെ തന്നെ കൂട്ടിക്കൽ ജയചന്ദ്രൻ മുൻകൂർ ജാമ്യം തേടി കോഴിക്കോട് സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. നിലവിൽ ഈ കേസിൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലാണ്. കേസിൽ പ്രത്യേക സംഘം, പോലീസിന്റെ 2 സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും ഈ പ്രതി കൂട്ടിക്കൽ ജയചന്ദ്രൻ വിദേശത്തേക്ക് കടന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഈ കേസിലുണ്ട്. നേരത്തെ കുട്ടിയുടെ ബന്ധു ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴിയാണ്, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴിയാണ് പോലീസിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കസബ പോലീസ് കേസെടുത്ത് അന്വേഷണമടക്കം ആരംഭിച്ചത്. പോക്സോ കേസ് ചുമത്തിയാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കേസെടുത്തിരുന്നത്. എന്തായാലും ഈ കേസിലാണ് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ശരി, പോക്സോ കേസിലാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.